ഒരുപാട് സന്തോഷമുള്ളൊരു മാറ്റമാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അതിന് ഞാനൊരു കാരണമായെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരാറുണ്ട്. കാരണം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഒരു കാരണവശാലും അങ്ങനെ ആക്സെപ്റ്റഡ് ആയിരുന്നില്ല. ഇപ്പം അങ്ങനെ ആക്സെപ്റ്റഡ് ആവുന്നു. ഒരുപാട് കുട്ടികൾ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. വയലിനായാലും ഗിറ്റാറായാലും ഡ്രമ്മായാലും കീബോർഡ്സ് ആയാലും ഒക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്കൂൾസിലും ഒക്കെ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ബാൻഡിലെ ഇന്ന ഡ്രമ്മർ ആരാണ്, അല്ലെങ്കിൽ ഇന്ന ബാൻഡിലെ ഡ്രമ്മർ ആരാണ്, പുള്ളിയുടെ വായിക്കുന്ന സ്റ്റൈൽ എന്താണ്, ഡ്രം ടെക്നിക്സ് എന്താണ്, അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെ വായിക്കുന്ന സ്റ്റൈൽ എന്താണ്, അവരുടെ ടോൺ എന്താണ്, ആൾക്കാർ കുറച്ച് അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ അങ്ങനെ ടെക്നിക്കലി കൂടെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ നല്ല കാര്യം. അപ്പോൾ തന്നെ അതിനകത്ത് ചെറിയൊരു നെഗറ്റിവിറ്റി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പഠിക്കാൻ എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുക കേട്ടോ, എനിക്ക് കുട്ടികൾ പഠിക്കണം, കുട്ടികൾ വായിക്കണം ഒക്കെ നല്ല കാര്യം, അവരുടെ ചിന്ത അങ്ങനെ വളരണം. പക്ഷേ പല കുട്ടികളും മിസ്ഗൈഡ് ചെയ്യപ്പെടാറുണ്ടെന്ന് തോന്നുന്നു, മിസ്ലീഡ് ചെയ്യപ്പെടാറുണ്ട്. കാരണം കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് തുമ്പി വായെന്ന് വായിച്ചാൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ സ്നേഹിതനെ എന്ന് വായിക്കാൻ പറ്റും, എനിക്ക് സ്പീഡിലൊന്ന് വായിക്കാൻ പഠിക്കണം. അത് ഈ ഫിലിം സോങ്സിലേക്ക് എത്തുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ സ്പീഡിൽ വായിക്കുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്പുലർ നമ്പർ വായിക്കുന്നതിന് മുമ്പോ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു സ്ട്രഗിളുണ്ട്. അതിനെക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ, അതായത് ഇപ്പോൾ പണ്ടെന്നല്ല ഇപ്പോഴും അതെ, സിനിമ ഇപ്പോഴും നമുക്കൊരു മായിക ലോകം തന്നെയാണ്. സിനിമയുടെ ഒരു ഗ്ലാമർ, അതിലുണ്ടാവുന്ന പൈസ, അതിൽ കിട്ടുന്ന പോപ്പുലാരിറ്റി, അതിനെ വെച്ചിട്ടാണ് നമ്മൾ പണ്ട് കണ്ടിരുന്നത്. സിനിമയിലെങ്കിലും എത്തിപ്പെടണം. അതുമാതിരി ആയിട്ടുണ്ട് കുറേയൊക്കെ മ്യൂസിക് ഇൻഡസ്ട്രി. എനിക്ക് മറ്റേ പാട്ടുകാരൻ, ഇന്ന ഗിറ്റാറിസ്റ്റ്, ഇന്ന ഡ്രമ്മർ, അപ്പോൾ എനിക്ക് അതുപോലെ ആവണം എന്ന് ചിന്തിക്കുന്നത് നല്ലത്. പക്ഷേ മ്യൂസിക് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്, കുറച്ച് ചില്ലറ കളിയല്ല. നമുക്കത് ശരിയാണ്, നാച്ചുറലായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ വേറൊരു ഇൻസ്ട്രുമെൻ്റിൽ കൂടി വരുത്തിയെടുക്കുക എന്ന് പറയുന്ന ജോലിയാണ്. അതൊരു ചെറിയ ജോലിയല്ല. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കാണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ഇറങ്ങി പുറപ്പെടുക, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പകുതി വഴി വെച്ചിട്ട് വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ഇതിങ്ങനെ പഠിക്കണോ, സരിഗമയൊക്കെ പഠിക്കണമല്ലേ എന്ന് പറഞ്ഞ് മടുത്തു പോകുന്ന ആൾക്കാരുണ്ട്. കുട്ടികളോട് പറയാണ് സരിഗമ പഠിക്കണം, സരിഗമ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, വെസ്റ്റേൺ ആണെങ്കിൽ വെസ്റ്റേൺ, ഈസ്റ്റേൺ ആണെങ്കിൽ ഈസ്റ്റേൺ. അതിന് വേണ്ടി നമ്മളൊരു തപസ്യ എന്ന് പറയില്ലേ പണ്ടുള്ളവർ. ഇപ്പോൾ ബാൻഡാണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ശരിയാണ്, അതിനൊരു തപസ്യയാണത്. അതിനു വേണ്ടി ഹാർഡ് വർക്ക് തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കുട്ടികൾ എന്ന് പറഞ്ഞു വിടുമ്പോൾ ആരും ഇപ്പോൾ ഒറ്റയ്ക്കൊരു കുട്ടി ഇറങ്ങി പഠിക്കാൻ പറ്റില്ലല്ലോ. ഒബ്വിയസ്ലി അവരുടെ അച്ഛനും അമ്മയാണ് അവർ പറഞ്ഞു വിടുന്നതും പഠിക്കാൻ കൊണ്ടുവരുന്നതും ഒക്കെ അവർ തന്നെയാണ്. ഈ ആൽബംസ് ചെയ്യാനായിട്ട് തള്ളിവിടുക, ഇപ്പോൾ റിയാലിറ്റി ഷോസിലേക്ക് തള്ളിവിടുക, ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ തള്ളിവിടൽ എന്ന് പറഞ്ഞൊരു അവസ്ഥയുമുണ്ട്. തള്ളിവിടുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് മനസ്സിലായിട്ട് മാത്രം. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. എൻ്റെ അമ്മാവൻ ഒക്കെ എന്നെ പഠിപ്പിച്ച രീതി അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഈസി ആയിട്ടാണ് വയലിൻ വായിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ എനിക്കും ഞാൻ അറിയാതെ വായിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന് വേണ്ടി ഞാനൊരു 4 വയസ്സിൽ പഠിച്ചു തുടങ്ങിയ ആളാണ് വയലിൻ. എൻ്റെ പ്രാക്ടീസ് ടൈം 8 മുതൽ 10 മണിക്കൂറായിരുന്നു ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിലായതാണ് ശരിക്കും. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു വയലിൻ വായിച്ചോ പാട്ടെന്ന് പറഞ്ഞ് തന്നതല്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ നമിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ താല്പര്യം, എൻ്റെ ഇൻട്രസ്റ്റ് മ്യൂസിക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നു എന്നുള്ളതാണ്. ശരി, നിനക്ക് അതാണോ ഇഷ്ടം, പഠിച്ചോ എന്നേ അച്ഛനും പറഞ്ഞുള്ളൂ. അമ്മയും അത് തന്നെ പറഞ്ഞുള്ളൂ, നിനക്ക് പഠിച്ചോ, നിനക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം സയൻസ് പഠിച്ചാൽ എനിക്കും സയൻസിന് ഒരു ഗുണവുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മ്യൂസിക് പഠിക്കണം, എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതി, മ്യൂസിഷ്യൻ ആയാൽ മതി. അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിനക്ക് മ്യൂസിക് പഠിക്കണോ, നീ പഠിച്ചോ, അല്ലാതെ നീ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നല്ല അച്ഛനും അമ്മയും പറഞ്ഞത്. നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ, പഠിച്ചോളൂ എന്നാണ്. അതിന് എൻ്റെ അച്ഛനും അമ്മയും ഞാനിപ്പോഴും നന്ദിയോടെ സ്മരിക്കണം. അതുപോലെ ആയിരിക്കണം പഠിക്കാൻ വിടുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ റിയാലിറ്റി ഷോസിൽ കൂടുതൽ ഈ
ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇല്ലായ്മകളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എനിക്കെന്തില്ല. അപ്പോൾ ഞാനത് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങളെ. പക്ഷേ കൂടുതലും ഞാൻ കണ്ടെടുത്തോളം ആൾക്കാർ പറയുന്നതും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇന്ന ആൾക്കതില്ല കേട്ടോ, അയ്യോ ഇന്ന ആൾ കരഞ്ഞു കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ സീരിയലിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയി മാറി കുറേയൊക്കെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അല്ലേ. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളിലും റിയൽ അല്ലാത്ത കാര്യങ്ങളുമുണ്ട്, കുറേ മെയ്ഡപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ മനഃപൂർവ്വം കാണിക്കാൻ സെൻറ്റിമെൻ്റലായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് കൂടുതൽ സ്പൈസ് കൊടുക്കുന്നത്. അത് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ, പച്ചയായിട്ടുള്ള രഹസ്യങ്ങളാണ് അതല്ലേ, നമുക്കൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ സ്പൈസും ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ല കലോത്സവ വേദികളിൽ തന്നെ ഇപ്പം കലോത്സവ വേദികൾ എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ചയാവുന്നു, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആൾക്കാർ അപ്പീലിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ കലോത്സവ വേദിയിൽ ജഡ്ജിയെ അടിച്ചു എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ കളിച്ച ഒരു കുട്ടിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ വന്നിട്ട് എന്താണ് സ്റ്റേജിന് മുമ്പിൽ കരഞ്ഞു എന്നുള്ളതായിരിക്കും. അപ്പോഴും ആൾക്കാർക്ക് താല്പര്യം കലയല്ല, കൂടുതലും അതിനകത്ത് നടക്കുന്ന ബാക്കി കാര്യങ്ങളാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നത് നമ്മൾ നിഷ്കളങ്കമായിട്ട് കല ആസ്വദിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ റിയാലിറ്റി ഷോസ് കൊണ്ട് ഒക്കെ തന്നെ ആയിരിക്കണം കൂടുതൽ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ന്യൂസിനെ കൊണ്ടുപോകുന്ന രീതിയായാലും ശരി, ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെയാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിപ്പോഴും ഇഷ്ടം കലോത്സവ വേദികളിൽ പോയിരിക്കാൻ തന്നെയാണ് കേട്ടോ, കല കാണാനായിട്ട്. അവിടുത്തെ എന്താണ് ബാക്കിയുള്ള നാടകങ്ങൾ കാണാനല്ല, പക്ഷെ ബാക്കി കല കാണാനും എവിടെ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും എനിക്ക് സമയം കിട്ടുന്ന സമയമാണ് ഞാൻ പോയിരിക്കും, എങ്ങനെയെങ്കിലും പോയിരിക്കും. ഏതെങ്കിലും നല്ല ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ ഞാൻ എൻ്റെ ബാൻഡിൽ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റും ഉണ്ട്, പ്രീത്ത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പുള്ളിയുടെ ഗിറ്റാറുമായാണ് ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ടാലൻ്റാണ്. അയാളിപ്പോൾ എൻ്റെ ബാൻഡിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ഗ്രൂപ്പ് എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഗ്രൂപ്പ് ഒരു വിജയം തന്നെയാണ്. എല്ലാ സംരംഭങ്ങൾക്കും ഒരു ടീം വർക്ക് വേണം. പണ്ടത് അറിയപ്പെടുന്നുണ്ടായിരുന്നില്ല, ഇത് ബാൻഡ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു ബാൻഡുണ്ട്, അതിൻ്റെ പേര് ബാലലീല എന്നാണ്, ഞങ്ങളതിനെ ബാലലീല എന്നാണ് വിളിക്കുക. പണ്ട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തിങ്കിങ്, നേരത്തെ പറഞ്ഞത് എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ ഫ്രീ തിങ്കിങ് ഒക്കെ വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ എൻ്റെ കൈൻഡ് ഓഫ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജിയും അല്ലേ. അത് മാത്രമല്ല 6 ആൾക്കാരുടെയും ഇൻപുട്ട് ഉണ്ടാവും അതിനകത്തേക്ക്, ഒരു പാട്ടുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന്. സ്റ്റേജിൽ ആൾക്കാർ നോക്കുമ്പോഴും അതൊരു വലിയൊരു ഘടകമാണ്. കാരണം ഇന്ന് നമ്മൾ ഷോ എന്നാ പറയുക അല്ലേ. ഷോ ശരിക്കും ഷോ എന്ന് പറഞ്ഞാൽ കണ്ണിനുള്ളതാണ് അല്ലേ, കാണണം. മ്യൂസിക്കൽ ഷോ എന്നാ പറയുക. അപ്പോൾ മ്യൂസിക് ഹാസ് ടു ബി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കാനുള്ളതാണ് അല്ലേ, പക്ഷെ എന്നാൽ പോലും നമ്മളതിന് ഷോ എന്ന് പറയും. കറക്റ്റാണ്, ഇതൊരു ഷോ ബിസിനസ്സാണ്. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാരുടെ എനർജി, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് എന്തോ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഒരു ബാൻഡ് ശരിക്കും പറഞ്ഞാൽ വിജയിക്കുക. ശരിക്കും നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂമേഴ്സ് ഒന്നും ഇല്ലാത്തത് ബാൻഡിന് വേണ്ടിയിട്ടെന്ന് തോന്നുന്നു. വെളിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ കമ്പനി, റെക്കോർഡ് കമ്പനീസ് ഒരു ബാൻഡിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഓരോരുത്തർക്കും ഓരോ ഗ്രൂമേഴ്സിനെ വയ്ക്കും. അവരുടെ സ്റ്റൈലിസ്റ്റ് ഉണ്ടായിരിക്കും, അവരെങ്ങനെ മൂവ് ചെയ്യണം സ്റ്റേജിൽ, അവരിത്രയും മൂവ് ചെയ്യാവൂ, ഒരു ഇന്ന പാട്ടിൽ ഇന്ന വരെ പോകാവൂ, ഇന്ന പാട്ടിൽ ഇന്ന വരെ ചാടണം, ഇങ്ങനെ ഉൾപ്പെടെ ഗ്രൂം ചെയ്തിട്ടാണ് ഒരു ഷോ നടക്കുക. ഇറ്റ്സ് എ ഷോ. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു ഷോ ആണ് അല്ലേ. നമ്മൾ മാത്രമല്ല അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് ബാൻഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു എനർജി, ഓരോരുത്തരുടെ ഇൻപുട്ട് ഷോയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.